നമ്മുടെ ആയിരക്കണക്കിന് ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമൊക്കെ ഒരുപാട് വിശുദ്ധർ അങ്ങനെ മൗനമായി മൂകമായി നിൽപ്പുണ്ട്. നമ്മൾ അവരോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവർക്കെന്താണ് നമ്മളോട് പറയാനുള്ളത്? അവർ പറയാതെ എന്തോ പറയുന്നുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കത്തോലിക്ക സഭയിൽ ഒരുപാട് വിശുദ്ധരുണ്ട്. ഇവരെയൊക്കെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ചിലരെയൊക്കെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാണല്ലോ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശ്വാസ്യത എന്താണ്? വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളെ വിശുദ്ധനായിട്ടോ വിശുദ്ധയായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്. 50ഉം 100ഉം ഒക്കെ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഒരുപക്ഷെ ചോദിച്ചതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു ആധികാരികത നമുക്കിപ്പോൾ എങ്ങനെ അറിയാം, ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയൻ എന്തെന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാൻ വളരെ വളരെ വർഷങ്ങളോളം എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ആധികാരികത എന്ന് നമുക്ക് പറയാവുന്നത്. കാരണം ഒരുപക്ഷെ നമ്മളിൽ ഒരുപാട് പേരും വിചാരിക്കുന്നത് പോലെ ഒരു ഊഹാപോഹങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ താൽക്കാലികമായ ചില കഥകളുടെ പുറത്തോ ഒന്നും സഭ ആരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സന്യാസി ഒക്കെ ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ സമകാലീനരായ ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം അവർക്കുണ്ടാകുന്നു. അതിങ്ങനെ ഒരു വാക്കിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഈ സമയത്തൊന്നും ആരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി വലിയ ആൾക്കൂട്ടം ഇദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ മനുഷ്യരുടെ മനസ്സിൽ ഇയാളൊരു വിശുദ്ധൻ എന്ന ഒരു പ്രതിഷ്ഠ നേടുന്നു. ജനഹൃദയങ്ങളിൽ, വിശ്വാസികളുടെ മനസ്സുകളിൽ ഒരാൾ വിശുദ്ധനായി കഴിയുന്നു. അത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നീടും കാലങ്ങളെടുക്കും. കാരണം പല ഘട്ടങ്ങളിലൂടെയാണ് ഒടുവിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആദ്യം ഇതിനെ നമ്മൾ ഒരാളെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുന്നു, പിന്നെ ധന്യനായിട്ട് പ്രഖ്യാപിക്കുന്നു, പിന്നെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നു, ഏറ്റവും ഒടുവിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ 1-2 ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ സെർവൻ്റ് ഓഫ് ഗോഡ്, വെനറബിൾ, ബ്ലെസ്സഡ്, സെയിൻറ്റ്. ആദ്യത്തെ 1-2 ഘട്ടങ്ങളിലൊക്കെ ജനങ്ങളാണ് ഇവരെ വിശുദ്ധരാക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലുള്ള ഇവരെക്കുറിച്ചുള്ള വിശുദ്ധ സ്മൃതികളാണ്. എന്നാൽ പിന്നീട് സഭ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. കാരണം ഇദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനും അപ്പുറം പലതും ചെയ്യാനുണ്ട്. ദൈവം ഈ മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നു അതിശക്തമായി, അത്ഭുതകരമായി എന്നുള്ള ബോധ്യം ലഭിച്ചു കഴിയുമ്പോഴാണ് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടതായിട്ടും പിന്നീട് വിശുദ്ധനായിട്ടുമൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതിലേറ്റവും നിർണായകമായ ഘടകമായി മാറുന്നത് അത്ഭുത രോഗശാന്തികളാണ്. ഇതിനോടകം പല രോഗശാന്തികളും നമ്മൾ ഈ വിശുദ്ധരുടെ പേരിൽ കേൾക്കുന്നുണ്ടാകാം. പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള, അതായത് വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്തതെന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹപ്രവൃത്തികൾക്കും ആശ്രമത്തിനോ ഒരു പള്ളി പരിസരത്തോ ഉള്ള വിശുദ്ധ ജീവിതം, ആൾക്കൂട്ടങ്ങളിലുള്ള വിശുദ്ധ ജീവിതം, യേശുക്രിസ്തുവിനെ കുറിച്ച് പോലുള്ള നന്മ ചെയ്തുകൊണ്ടുള്ള സഞ്ചാരം, ഇതിനെല്ലാം ഒപ്പം ഒടുവിൽ അത്ഭുതകരമായ രോഗശാന്തികളും ഇദ്ദേഹത്തോട് പ്രാർത്ഥിക്കുമ്പം സംഭവിക്കുന്നതിലൂടെയാണ് സഭ ഔദ്യോഗികമായി ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് പലരും പറഞ്ഞാലും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആൾക്കൂട്ടങ്ങൾ വലിയ ആരവത്തോടെ വിളിച്ചു പറഞ്ഞാലും സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പം നൂറ്റാണ്ടുകൾ എടുക്കുന്നത്. വളരെ ശാസ്ത്രീയമായ അപഗ്രഥനത്തിലൂടെയാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്.
ഞങ്ങളുടെ സഭയിൽ കപ്പൂച്ചിൻ ഫ്രാൻസിസ്കൻ സഭയിൽ ഞങ്ങളുടെ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പ്രോവിൻസിൽ പൊന്നുരുന്നി ആശ്രമത്തിലെ തിയോഫിനച്ചനെ പലർക്കും ഒരുപാട് പേർക്ക് പരിചയമുണ്ട്. അവിടെ തിയോഫിനച്ചൻ്റെ സമാധിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ മെല്ലെ മെല്ലെ വിശുദ്ധ പദവിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിയുന്നു ദൈവദാസനും കടന്ന് ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഇതിനോടകം പല പല രോഗശാന്തികളും ആൾക്കാർ സാക്ഷ്യം പറയുന്നു. എങ്കിലും ഇനിയും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട രോഗശാന്തികളിലൂടെ, അത്ഭുതങ്ങളിലൂടെ അദ്ദേഹം വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് കയറും. വലിയ ജനപ്രവാഹം ആ വിശുദ്ധൻ്റെ ജനമനസ്സിലെ വിശുദ്ധനായി കഴിഞ്ഞ ധന്യനായ തിയോഫിനച്ചന് മുമ്പിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. അപ്പം ഇതാണ് ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങൾ. നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ആൾക്കാർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കുറച്ച് പേർ അദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എഴുതിയത് കൊണ്ടോ മാത്രം ഒരാൾ വിശുദ്ധനായി മാറുകയല്ല. മറിച്ച് പല മാർഗങ്ങളിലൂടെ സഭയ്ക്കതിന് അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമാണ് ഒരു കാനനൈസേഷൻ പ്രോസസ്സിന് കാരണമാകുന്നത്. അച്ഛാ, വിശുദ്ധന്മാരുടെ പേരിൽ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. എന്നാൽ സഭയിൽ ഇത്രയധികം വിശുദ്ധരായി പ്രഖ്യാപിക്കാനുള്ള പിന്നിലെ ലക്ഷ്യം എന്തായിരിക്കും? നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് വിശുദ്ധരേ ഉള്ളൂ. പക്ഷെ ലോകം മുഴുവനുള്ള എല്ലാ വിശുദ്ധരെയും കുറിച്ച് നമുക്കറിയാം. ആ വിശുദ്ധരുടെയൊക്കെ പേര് ദേവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചോദ്യം, ഇത്രമാത്രം പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു സാധാരണ ശരാശരി ഭക്തർ മനസ്സിലാക്കുന്നത്, നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏതെങ്കിലും ഒരു വിശുദ്ധൻ കേൾക്കും. അന്തോണീസ്വനാളുടെ അടുത്ത് പ്രാർത്ഥിക്കാം. ഇനി അഥവാ എന്നിട്ട് നടന്നില്ലെങ്കിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അടുത്ത് പ്രാർത്ഥിക്കാം. ഇനി നടന്നില്ലെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസ് ഉണ്ട്. അങ്ങനെ പല വിശുദ്ധരുണ്ട്. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവുസ് ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു കാര്യം തന്നെയാണ്. നമുക്കിപ്പം തീരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യർ പോയി വിശുദ്ധരോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഈ പ്രാർത്ഥന മാത്രമല്ല വിശുദ്ധരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മൾ ചെന്നൊന്ന് തൊട്ടുമുത്തിയോ വണങ്ങുകയോ ചെയ്യുന്നത് മാത്രമല്ല ഇത്രമാത്രം പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ കാര്യം. അതൊരു പക്ഷേ ഇതിലൊരു ചെറിയ കാര്യമാണെന്ന് നമുക്കാണ് മനസ്സിലാക്കാം. ഈ പ്രാർത്ഥന എന്നുള്ളത് തീർച്ചയായിട്ടും ആവർത്തിച്ച് പറയുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യന് വല്ലാതെ രോഗമുണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ ആശ്വാസം നൽകുന്ന ഒരു പ്രാർത്ഥനയിലേക്ക് അയാൾ കടന്നു പോകുന്നതിൽ തെറ്റൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ അതിനും അപ്പുറത്ത് അവിടെ തന്നെ ഉടക്കി നിൽക്കാതെ, നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് മാധ്യസ്ഥം വഹിക്കാൻ ഒരുപാട് പേരിങ്ങനെ ഉണ്ട് എന്നൊരൊറ്റ കാര്യത്തിൽ ഉടക്കി നിൽക്കാതെ, എല്ലാ വിശുദ്ധരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു ലോകത്ത് നിങ്ങളുടേത് പോലുള്ളൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ദുർഘടമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നു. എന്നെ ദൈവം ഒരു വിശുദ്ധനാക്കി ഉയർത്തി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയെങ്കിൽ നിങ്ങളെയും ദൈവം ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും. ഒരു കൈ നിങ്ങൾ നോക്കുന്നു എന്ന് ചോദിക്കാനാണ് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ വിശുദ്ധർ. ഒരു ചെറിയ വായിച്ചു കേട്ടൊരു കാര്യം പറയാം. ഇറ്റലിയിലെ വിശുദ്ധ പെല്ലിഗ്രീനോ എന്ന് പറയുന്നൊരു വിശുദ്ധൻ്റെ ദേവാലയത്തിൽ വളരെ പണ്ട് ഒരമ്മ 2 കാലും തളർന്നു പോയൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് കയറിപ്പോയെന്നാണ്. ആ വിശുദ്ധൻ്റെ രൂപത്തിന് മുമ്പിൽ ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, സൗഖ്യം തരണേന്ന്, ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തണേന്ന്. ഈ സമയത്ത് ദേവാലയത്തിൻ്റെ പ്രധാന വാതിലിലൂടെ കയറി വന്നൊരു കൊച്ചു പയ്യൻ ആ ദേവാലയത്തിൻ്റെ പിന്നിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനും മുട്ടുമേ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഈ കാഴ്ച കാണുന്നുണ്ട്. ഈ അമ്മ തുടരെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാതെ ഈ കുഞ്ഞിനെ വിശുദ്ധൻ്റെ രൂപത്തിൻ്റെ മുമ്പിലോട്ട് ഇട്ടിട്ട്
കരഞ്ഞു പറഞ്ഞു എന്നാണ് പുസ്തകത്തിൽ എഴുതുന്നത്, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ആ സങ്കടത്തിൽ പറഞ്ഞതാണ്. ഈ സമയം ഈ പിന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പയ്യൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്, കർത്താവേ, ആ വിശുദ്ധൻ പറഞ്ഞിട്ട് നീ സുഖപ്പെടുത്തുന്നില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സുഖപ്പെടുത്തണേന്ന്. ഈ സമയം ഈ കൊച്ച് എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, ആ ബാലൻ ആ വിശുദ്ധനോട് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, ആ വിശുദ്ധനോടൊന്ന് മത്സരിച്ചു. കർത്താവേ, ഈ വിശുദ്ധന് സുഖപ്പെടുത്താനാവുന്നില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങയോട് ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തണമെന്ന്. ആ പയ്യനെക്കുറിച്ച് പറയുന്ന അദ്ദേഹമാണ് പിന്നീട് വിശുദ്ധ പാദ്രി പിയോ ആയി മാറിയതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള വിശുദ്ധരെല്ലാം നമുക്ക് തൊട്ടുമുത്താനും പ്രാർത്ഥിക്കാനും മാത്രമുള്ളതല്ല, നമുക്കൊന്ന് മത്സരിക്കാനുള്ളതാണ്, ഒരു കൈ നോക്കാൻ. പണ്ട് വിശുദ്ധ അഗസ്റ്റീനോസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു, ഇഫ് ഹി ഓർ ഷീ ക്യാൻ വൈ കാൻഡ് ഐ, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല. ഈ ഒരു വെല്ലുവിളി നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നവരാണ്. നിങ്ങളെപ്പോലെ ജീവിച്ച ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ കാണുന്ന ബലി കൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇതിനെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മാത്രം ഇറക്കിക്കൊണ്ടു പോകാതെ, ഒരു ദൈവത്തെ നിങ്ങളുടെ വഴിയിലൂടെ മാത്രം വലിച്ചിടയ്ക്കാതെ ദൈവത്തിൻ്റെ വഴിയിലോട്ട് നടന്നു ചെന്ന് ഈ കണ്ട കൊമ്പസാരവും പ്രാർത്ഥനയും കുർബാനയും ജപമാലയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് സമൂഹത്തിന് പ്രകാശം നൽകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ശരീരവും മനസ്സും വിട്ടുകൊടുത്ത് ഈ ഭൂമിക്ക് സമാധാനവും ദൈവത്തിൻ്റെ സ്നേഹവും പങ്കുവെച്ച് നൽകുന്ന ഒരു വിശുദ്ധനായിട്ട് മാറിക്കൂടാ? ആ ചോദ്യമാണ് നിർണായകമായിട്ട് ചോദിക്കുന്നത്. നമ്മൾ ശ്രീബുദ്ധൻ്റെ ലൈഫിൽ കേൾക്കാറില്ലേ, അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടന്നു ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചു. ആ ധ്യാനയാത്രയിൽ ഒരു വേള ബോധിവൃക്ഷ ചുവട്ടിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായെന്ന് പറയും. പിന്നീട് ഇത് കേട്ട പലരും ബോധിവൃക്ഷ ചുവട്ടിൽ പോയി ഇരുന്ന് നോക്കി. കാരണം ബോധിവൃക്ഷ ചുവട്ടിലിരുന്നപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. അപ്പോൾ ബോധോദയം ഉണ്ടാകാൻ വേണ്ടി ബോധിവൃക്ഷ ചുവട്ടിൽ ഇരുന്ന് നോക്കി, ആർക്കും ഒരു ബോധവും ഉണ്ടായില്ല, ചുമ്മാ സമയം പാഴാക്കിയെന്നേ ഉള്ളൂ. ശ്രീബുദ്ധന് ഈ ബോധിവൃക്ഷ ചുവട്ടിലിരുന്നപ്പോൾ ബോധോദയം എങ്ങനെ ഉണ്ടായി? സത്യത്തിൽ ഈ വൃക്ഷത്തിന് ബോധിവൃക്ഷം എന്ന് പേര് കിട്ടിയത് പോലും ബുദ്ധൻ ഇരുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പല ചുവടുകളിൽ ധ്യാനനിമഗ്നനായി ഇരിക്കുന്ന ഒരാളാണ്. ആ ധ്യാനയാത്രയിൽ ഒരു വേള അദ്ദേഹം എൻലൈറ്റൻഡ് ആയി. ഈ ബോധിവൃക്ഷം പോലെയാണ് ഈ വിശുദ്ധരെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിൽക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? അവരുടെ വെല്ലുവിളി നിറഞ്ഞ ജീവിതത്തിലൂടെയും ധ്യാനയാത്രകളിലൂടെയും ഞങ്ങൾ ഇങ്ങനെയായി മാറി. അപ്പോൾ ഇത് കേട്ടിട്ട് ചിലർ ബോധിവൃക്ഷ ചുവട്ടിൽ ഇരുന്ന് നോക്കുന്നത് പോലെ നമ്മൾ വെറുതെ ചെന്ന് ഒന്ന് തൊട്ടുമുത്തി മടങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടൊന്നും ആർക്കും ഏറ്റവും പ്രസക്തമായ ഗുണമുണ്ടാകില്ല. അതിന് ഇവർ നടന്ന വഴിയെ നമ്മൾ നടക്കണം. പക്ഷെ അങ്ങനെ നടന്ന വഴിയെ നടക്കുന്നത് ഏറ്റവും ദുഷ്കരമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളൊരു കുറുക്ക് വഴി തേടുകയാണ്. യഥാർത്ഥമായ വഴിയിലൂടെ, ത്യാഗോജലമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ പഠിപ്പിച്ച വിശുദ്ധരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറുക്ക് വഴികളാക്കി മാറ്റുന്നു. അവിടെ നമുക്ക് ഈ വിശുദ്ധർ വെറും തൊട്ടുമുത്താനുള്ള ബിംബങ്ങളായി മാറുന്നു. നമ്മുടെ ഒരു സാന്ത്വനത്തിന്, ആശ്വാസത്തിന്, താൽക്കാലികമായ ഒരു സമാശ്വാസത്തിന് വെറുതെ തൊട്ടുമുത്തി കടന്നു പോകാൻ, അല്ലേ? അതിനെക്കുറിച്ച് പല തമാശകൾ പറയാറുണ്ട്. എന്താണ്? ഗീവർഗീസ് പുണ്യാളൻ കുതിരപ്പുറത്തിരുന്ന് കുന്തം കൊണ്ട് പാമ്പിനെ കുത്തുന്നു. ചില നല്ല ഉയരമുള്ള മനുഷ്യർ വന്ന് വിശുദ്ധനെ തൊട്ടുമുത്തും, അത്ര ഉയരമില്ലാത്തവർ കുതിരയെ തൊട്ടുമുത്തും, തീരെ ഉയരമില്ലാത്തവർ പാമ്പിനെ തൊട്ടുമുത്തും. എവിടെയാണ് കയ്യെത്തുന്നത് അങ്ങനെ തൊട്ടുമുത്തിയിട്ട് പോകും. നല്ല ഉയരത്തിൽ വിശുദ്ധനെ തന്നെ തൊട്ടുമുത്തുക. ആ വിശുദ്ധനെ തന്നെ തൊട്ടുമുത്തുക എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധൻ്റെ ജീവിതത്തെ തൊടാൻ എൻ്റെ കൊണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എൻ്റേതായ അത്ര വിശുദ്ധമല്ലാത്ത ജീവിതത്തിലേക്ക്
ഈ വിശുദ്ധനെ ഒന്ന് പിടിച്ചിറക്കുക എന്നുള്ളൊരാഗ്രഹമല്ല ആവശ്യം. ആ വിശുദ്ധ ജീവിതത്തിലേക്കൊന്ന് കയറാൻ. അല്ലെങ്കിൽ ഇതെല്ലാം വെറും ബിംബങ്ങളായി മാറും. സഭ എന്തിന് ഇവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു? എന്തിന് ദേവാലയങ്ങൾക്ക് ഇവരുടെ പേരിട്ടിരിക്കുന്നു? എന്തിന് ഇവരുടെ പേരിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉയർന്നിരിക്കുന്നു? അതിനൊന്നും പ്രസക്തമായ പ്രയോജനമില്ലാതെ അതിൻ്റെയൊക്കെ ഏറ്റവും താഴെ തട്ടിൽ മാത്രം നമ്മൾ ആശ്വാസങ്ങൾ കണ്ടെത്തി മടങ്ങും. അപ്പോൾ ചുരുക്കത്തിൽ എന്തിനാണ് സഭ ഇത്രമാത്രം പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നത് ചോദിച്ചാൽ, ഈ ലോകത്തെ എല്ലാ രാജ്യത്തിലും ഓരോ മുക്കിലും മൂലയിലും നിങ്ങളെപ്പോലെയും നിങ്ങളുടേതുപോലെയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും ജീവിച്ച പലർക്കും ഈ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളെ വിട്ടുകൊടുത്താൽ നിങ്ങൾക്കും അതേ വഴിയിൽ സഞ്ചരിക്കാം. നിങ്ങളുടെ വഴിയെ ഒരു വിശുദ്ധനെ വലിച്ചിറക്കാനല്ല, ആ വിശുദ്ധൻ്റെ വഴിയെ കയറി വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാ വിശുദ്ധരും നിൽക്കുന്നത്. അച്ഛാ, വിശുദ്ധരെ പോലെ ജീവിക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ. ഇതിന്റെ പശ്ചാത്തലത്തിലൊന്ന് ചോദിക്കട്ടെ. കാണാതെ പോയവ കണ്ടെത്തി തരുന്ന വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി അച്ഛൻ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡിവോഷനാണ് വിശുദ്ധ അന്തോണീസിനോടുള്ളത്. ഇപ്പോൾ പറഞ്ഞതുപോലെ കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്തി തരുന്ന ഒരാളായിട്ട് വിശുദ്ധ അന്തോണീസിനെ എല്ലാവരും കാണാറുണ്ട്. എനിക്കൊന്നും അങ്ങോട്ട് പാടെ എഴുതി തള്ളാനൊന്നും പറ്റില്ല, ഒരുപാട് സ്പിരിച്വലൈസ് ചെയ്ത്. കാരണം ഇത് ഒരുപാട് പേരുടെ അനുഭവമാണ്. ഇപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അയാൾക്ക് വളരെ പ്രിയപ്പെട്ട വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ട് ഇത് കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ അന്തോണീസിനോട് പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താനോ തെറ്റാണെന്ന് പറയാനൊന്നുമില്ല. കാരണം അങ്ങനെ ഈ വിശുദ്ധനെക്കുറിച്ച് കേട്ട് അങ്ങനൊരു ഫോക്കസ് ഉള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഈ വിശുദ്ധനെ ഓർമ്മിക്കുന്നു, അവർക്കതിൻ്റെ ഫലമുണ്ടാകുന്നു. അങ്ങനെ ഫലമുണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എതിർത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോൾ പലർക്കും. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഈ കാണാതെ പോയ സാധനങ്ങൾ കണ്ടെത്താൻ മാത്രമുള്ള ഒരാളായിട്ട് അദ്ദേഹത്തെ ചുരുക്കി കാണരുത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ? നമുക്കിപ്പം വാച്ച് കളഞ്ഞു പോയി, സ്വർണ്ണമാല കളഞ്ഞു പോയി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാം. അതിനാണ് പോലീസ് സ്റ്റേഷൻ. അപ്പം അതിനു പകരമായിട്ട് ഏറ്റവും ഒരു കുറുക്ക് വഴി, എളുപ്പത്തിലുള്ള വഴി, എന്ത് കാണാതെ പോയാലും അന്തോണീസുനാളം കാണിച്ചു തരും എന്നും പറഞ്ഞ് കാണാതെ പോയ സാധനങ്ങൾ കാണിച്ചു തരാനുള്ള ഒരാളായി മാത്രം കണ്ടുപോകുമ്പോഴാണ് തെറ്റ്. മറിച്ച് കുറച്ചും കൂടെ ഒന്ന് വിശാലമായി ചിന്തിച്ചാലോ, കാണാതെ പോയി എന്നെ തന്നെയാണെങ്കിലോ, കാണാതെ പോയി എന്നെ ദൈവസന്നിധിയിൽ തിരിച്ചു കൊണ്ടെത്തിക്കുന്ന ഒരു വിശുദ്ധനായിട്ട് കണ്ടാൽ ആ വിശുദ്ധന് കുറച്ചുകൂടെ സന്തോഷമുണ്ടാകും. ആ വിശുദ്ധനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യാപ്തിക്കൊത്തവിധം നമ്മൾ ചോദിക്കുകയും പറയുകയും ചെയ്യണ്ടേ? സത്യത്തിൽ ബൈബിളിൽ പറയുന്നത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, വീട് വിട്ടുപോയ പുത്രൻ. അതായത് മനുഷ്യൻ കാണാതെ പോകുന്നു, ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകെട്ടി തരുന്ന അന്തോണീസ് എന്ന് മാത്രം കാണരുത്. ഒരുപക്ഷെ അങ്ങനെ ആൾക്കാർ കാണുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സംഭവമാണ് പലരും ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നും അദ്ദേഹം എഴുതി വച്ചിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ആരോ ഒരു കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും വഞ്ചി തുഴഞ്ഞു പോയ അദ്ദേഹത്തിന് മുമ്പോട്ട് തുഴയാൻ പറ്റാതെ കാറ്റിൽപ്പെട്ട് തിരിച്ചു തുഴഞ്ഞു കൊണ്ടുവന്നെല്ലാം പഴയ സ്ഥലത്ത് വെച്ചിട്ട് പോയി എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇതിൽ നിന്നായിരിക്കാം ഇത്തരം ഒരു ഡിവോഷനിലേക്ക് ആൾക്കാർ, അല്ലെങ്കിൽ ഇത്തരം ഒരു ആവശ്യത്തിലേക്ക് ആൾക്കാർ കൂടുതൽ ഇറങ്ങിപ്പോയത്. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു കയറണം. കാണാതെ പോയ വസ്തുക്കളല്ല, കാണാതെ പോയ എന്നെ തന്നെ കണ്ടെത്തി തരുന്ന ഒരു വിശുദ്ധൻ, ദൈവസന്നിധിയിൽ നിന്നും മറഞ്ഞു കിടക്കുന്ന എന്നെ. ആദത്തോട് ദൈവം വന്ന് ചോദിക്കില്ല, ആദം നീ എവിടെയാണ്? അയാൾ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദത്തിനിപ്പോൾ ദൈവത്തെ കാണാൻ പറ്റാതായിരിക്കുന്നു. ഇതുപോലെ നമുക്കും ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, ദൈവസ്വരം കേൾക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാണാതെ പോയി കിടക്കുന്ന ഒരു കാണാതെ പോയ നാണയത്തെ കണക്ക്, കാണാതെ പോയ ആടിനെ പോലെ മുൾപ്പടർപ്പിൽ ഉടക്കിക്കിടക്കുന്ന നമുക്ക്
ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്താനായിട്ട് നമ്മളെ തിരികെ കൊണ്ടുവരുന്നൊരു വിശുദ്ധനായിട്ട് വിശുദ്ധ അന്തോണീസിനെ കണ്ടാൽ കൂടുതൽ അതിന് ഒരാഴവും പരപ്പും ഒക്കെ ഉണ്ടാകും. ഇപ്പം ചുരുക്കത്തിൽ ഒരു വിശുദ്ധൻ എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യനാണ്. അവരുടെ മുമ്പിൽ ചെല്ലുമ്പം അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിക്കൊത്ത വിധം, അവരുടെ ദിവ്യത്വത്തിനൊത്ത വിധം നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും ഉയരുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട സുപ്രധാനമായ കാര്യം.